അപ്പോഴേ എന്താ വന്നത്? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. വെറുതെ വന്നയാ? ഡാൻസ് കളിക്കാൻ വന്നാണോ? പാട്ട് പാടാനും പിന്നെ വർത്താനം പറയാനും. അപ്പൊ വർത്താനം ആദ്യം പറഞ്ഞു തീർക്ക്. അതെ, ഞാനില്ലേ, ഞാനൊരു ടാങ്ക്സ് പറയാ. എന്ത് ടാങ്ക്സ്? കഴിഞ്ഞ തവണ ഒരു നാരങ്ങ കടിപ്പിച്ചതാ. ട്വിസ്റ്റ് ആയി പോയി കുറച്ച്. പറയണേ, 500 ആണോടാ നിന്റെ കളി. 500 ആണോടാ നിന്റെ കളി. അത് 500 ആണോടാ നിന്റെ കളി. ആണോന്നല്ല, 500 ആണോടാ. 500 ആണോടാ നിന്റെ കളി. അത് ആണോടാ നിന്റെ കളി. ഇത് വേറെ, നമ്മുടേത് വേറെ. 500 ആണോടാ നിന്റെ കളി. ഓക്കെ ആണോ? അതത്രേ ഉള്ളൂ. മോൾ ഏത് പാട്ടാ പാടുന്നത്? കാറ്റ് വന്നു. കാറ്റ് പോയി. മോളെ ആ മുയലിനെ ഒന്ന് കാണിച്ച്. പ്ലീസ് അങ്കിൾ. പിന്നെ വേറൊരു കാര്യം, ഒരു സംശയം എനിക്ക്. ഈ കാറ്റ് വന്നു കൊത്തു കൊടുത്തു എന്നാണോ? അല്ല, ഉമ്മ. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ കൊത്തുന്ന ഇങ്ങനെ കൊത്തുന്ന പറഞ്ഞ ഇതല്ലേ പശീനെ ഇങ്ങനെ എന്റെ അവിടെ ഇങ്ങനെ കൊത്തുന്നു. അത് സാരല്ലാതെ അങ്ങനെയായിരിക്കും നമ്മളെടുത്ത്. അങ്ങനെ എന്നാലും കാറ്റ് വന്ന് ഉമ്മ കൊടുത്തു എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലോ, അയ്യോ എനിക്ക് വിഷമം തോന്നി. എന്നെ കൊത്തിയിട്ടൊന്നുമില്ല. കാറ്റിന് കൊത്താൻ കഴിയൂല. കാറ്റിനെ തൊക്കാൻ കഴിയില്ല. എന്നിട്ട് തന്നെ അത് വരണം. അത് ഞങ്ങളെ കഷ്ടപ്പെടുത്തി. എന്തായാലും സംഭവം കലക്കി കേട്ടോ. നല്ല രസമായിരുന്നു. എനിക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമാണ്. സിനിമ അറിയാമോ ഇതാന്ന്? കര കാണാ കടൽ. ഗുഡ്, നൈസ്. വെരി ഗുഡ്. പാർവണക്കുട്ടി എന്തോ അസലായി, ഉഗ്രനായിരുന്നു. നല്ല രസമുണ്ട് ഉടുപ്പും കാണാൻ. പാട്ടും അതുപോലെ തന്നെ നന്നായിരുന്നു, ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനും. എങ്ങനെയാ കാട്ടുമുല്ലിക്ക് ഉമ്മ കൊടുത്ത? എങ്ങനെയാ? കാട്ടുമുല്ലിക്കൊരുമ്മ കൊടുത്തു. ഞാൻ കരയും. മോളു, എന്തോ എനിക്കൊരു കാര്യം അറിയണം. എങ്ങനെയാ മോള് ഇത്രയും വരികളൊക്കെ കാണാപ്പാടം പഠിക്കുന്നത്? അതിങ്ങനെ കേട്ട് കൊറേ കേട്ടു പഠിക്കും. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഭാഗമുണ്ട്. ഉമ്മ തന്നാലോ എന്ന് പറയുന്ന ഭാഗം ഒന്ന് പാടിത്തരാവോ? തെന്നൽ വീണ്ടും വന്നാലോ ഉമ്മ തെന്നൽ വീണ്ടും വന്നാലോ ഉമ്മ തന്നാലോ ഭയങ്കര ക്യൂട്ടായിരുന്നു ആ ഭാഗം. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് മോളുടെ പാട്ട് ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ ഫുൾ പാട്ടിന്റെ മ്യൂസിക്കൽ സാധനങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാര്യം മോള് നിന്ന് പാടുന്ന കാണാൻ എന്ത് ക്യൂട്ടാ, ഓരോ ആക്ഷനും. ഞങ്ങളൊക്കെ അതുപോലെ ഡാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ഇവിടെ നിന്നിട്ട്. അൽഫോൺസ് ചേട്ടനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഡാൻസ്. ഞങ്ങൾ ഒരുമിച്ച് വേറൊരു സമയത്ത് ഞങ്ങൾ ചെയ്യും. അപ്പൊ അടിപൊളിയായിട്ടോ. താങ്ക് യു.